ചാമുഹിയുടെ അച്ഛനമ്മയും മരിച്ചതിന് ശേഷം അവൾ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇവളുടെ അങ്കിൾ ആന്റിയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് അവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവരും ദേഷ്യത്തി മേലെ ഇവിടെ ചിരിച്ചോലെന്നറിഞ്ഞ് ഇവളെ കണ്ട ദേഷ്യം വരുമെന്ന് പറയും. അങ്ങനെ അതൊക്കെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഇവൾക്ക് ഓർമ്മ വരുമ്പം ഇവളുടെ പാരന്റ്സ് എങ്ങനെയാ മരിച്ചതെന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ഇവളുടെ ബർത്ത്ഡേക്ക് ഇവൾ വീട്ടിൽ നിന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവളുടെ അമ്മ ഇവളുടെ അച്ഛനെ കൊല്ലുന്ന പോലെയൊക്കെ അവളിങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഡൊറാമി വന്നിട്ട് ഇവൾക്ക് നടന്നെല്ലാം ഓർമ്മയുണ്ടായിട്ടും പുറത്താരോട് അറിയത്തില്ലെന്നറിഞ്ഞ് ഇവൾ കള്ളം പറഞ്ഞ് ജീവിക്കാനാണോ തീരുമാനിച്ചതെന്നറിഞ്ഞ് ഡൊറാമി അടുത്തും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് ചാമുഹി മൊത്തത്തിൽ പേടിച്ചു വരിക്കുമ്പം അവളാണ് നീ അവസാനം വരെ ഇങ്ങനെ പേടിച്ചിരുന്നു, ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നറിഞ്ഞ് ഇവിടെ ചാമുഹി കണ്ണോർന്ന് നോക്കുമ്പം ഇപ്പൊ ഡൊറാമി ആയിട്ട് മാറും. അതിനുശേഷം ഇവിടെ ഹീറോയും അവൻ തിരിച്ച് ജപ്പാനിലേക്ക് പോകുന്ന മുമ്പേ തന്നെ അവനായിട്ട് ചാമുഹിയെ വിളിക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇത് കേട്ട് സെക്രട്ടറിയും സത്യത്തിന് പ്ലെയിനിൽ വെച്ച് എന്തോ സംഭവിച്ചെന്നറിഞ്ഞ് അവള് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണ് നമുക്കത് കാണിക്കുന്ന. ആ സമയത്ത് ഡൊറാമി കണ്ണുറന്നുണ്ട് അവൾ ഇവിടെ നിന്ന് ഹീറോയെ കണ്ട് അവൾക്ക് ഇവനെ മതി എന്നറിഞ്ഞ് പെട്ടെന്ന് കിസ് ചെയ്ത് കാണും. അങ്ങനെ അതുകൊണ്ടാണ് ഹീറോ അവളെ അന്വേഷിപ്പ് ഇവിടേക്ക് വന്ന്. ഇതേ സമയം ഇവിടെ ഹോജിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവന് മുമ്പേ ആരും ആ വീട്ടിലുള്ള പോലെ ശബ്ദം കേൾക്കും. അതുകൊണ്ട് അവനും മിസ്റ്റർ കിം ആയിരിക്കും എന്നറിഞ്ഞ് അവൻ അങ്ങേറ് പേര് വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെ ഒരു കസേരയിൽ ഡൊറാമി ഇരുന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനും അത് ആരാൻ ചെന്ന് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പം പെട്ടെന്ന് ഇവളെ കണ്ടുടനെ ചാമുഹി എന്നറിഞ്ഞ് വിളിക്കും. അപ്പോഴാണ് ഇവളും പതിയെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവളാ പാവം ചാമുഹി എന്നല്ല ആൾക്കാരെ കൊല്ലുന്ന ഒരു വ്യക്തിയാന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ നീ ആരാന്നറിഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ ആ ഡൊറാമി എന്നറിഞ്ഞ് അവനെ കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ കുറച്ച് സമയം മുമ്പ് എന്തോ സംഭവിച്ചതെന്ന് നമുക്കിപ്പോ കാണിക്കുന്നത്. ഇപ്പൊ ചാമുഹി മൊത്തത്തിൽ ഡൊറാമി ആയിട്ട് മാറിയതുകൊണ്ട് അവൾ നേരെ ഇവൾക്കാകെ ഫാമിലി എന്ന് പറയുള്ള അവരെ കാണാൻ വേണ്ടി ചർച്ചിലേക്ക് ചെല്ലും. അങ്ങനെ അവിടെ ഇവളുടെ അങ്കിൾ ആന്റിയുടെ പേരക്കുട്ടിക്ക് പേരിട്ടോണ്ടിരിക്കുക. അപ്പോഴാണ് ഇവൾ അവിടെ ചെന്നിട്ട് ഗോഡ് മദർ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ പേരിടും പറഞ്ഞ് അവള് ചോദിക്കുമ്പം ഇത് കേട്ട് ചർച്ചിലെ ഫാദറും ഇവളാണ് ഗോഡ് മദർ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവർക്കെല്ലാം ദേഷ്യം വന്നാലും ഇവളുടെ അങ്കിളും സമാധാനത്തി ഇവൾ അവരുടെ ഫാമിലിയാന്ന് ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പം അവസാനം അവളെ കൊണ്ട് തന്നെ ആ പ്രാർത്ഥനയെല്ലാം ചെയ്യിപ്പിക്കും. അങ്ങനെ അതിനുശേഷം ഇവളുടെ അങ്കിൾ ആന്റി ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് ഇവൾ എന്തിന് ഇവിടെയൊക്കെ ഒന്ന് സീൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് ഫാദറിന്റെ ഫ്രണ്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ച് എങ്ങനെയാന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ചോദ്യം ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് അവനും വെറുത്തിട്ട് ഇവരുടെ കൂടെ ഫാമിലി ആകാനാണോ ഇവളിപ്പോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇത് ചാമുഹിയല്ല ഡൊറാമിയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവര് കളിയാക്കി ഇവളെ ഇവിടെ വെച്ച് മറ്റേ സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇത് കേട്ട് ഡൊറാമിയും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ, സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ ഫ്ലവേഴ്സ് ആയിട്ടല്ല വരുന്നത്, കുറെ സോംബീസ് ആയിട്ട് വന്ന് നിങ്ങളെല്ലാം ക്രൂരതായിട്ട് കൊന്നേനെ, എങ്കിൽ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേര് ആദ്യം ആരെയാ ഞാൻ കൊല്ലണ്ടേ എന്ന് അവള് ചോദിക്കുമ്പം ഇവരാണ് ടെൻഷനായിട്ട് ഇവളുടെ അച്ഛനമ്മ എങ്ങനെ മരിച്ചെന്ന് ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നാൻ ചോദിക്കും. അപ്പോഴാണ് അവളും അന്നത്തെ പോലെ അറിയത്തില്ലെന്ന് കള്ളം പറഞ്ഞാൽ മതിയോന്ന് ഇവളിപ്പോ ചോദിക്കും. കാരണം സത്യം പറയാൻ ചാമുഹിക്കാണ് ബുദ്ധിമുട്ട്, ഇവൾക്കത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവൾ ഇവരെ പേടിപ്പിച്ച് ഇനി മേലെ ചാമുഹിയുടെ പുറയെന്ന് വന്നോലെന്ന് പറയുമ്പം അവർ രണ്ടുപേരും കൂടെ ഇവൾ എന്തോ സംസാരിക്കുന്ന പറഞ്ഞ് മൊത്തത്തിൽ പേടിച്ചേക്കിരിക്കും. അതോടെ ഡൊറാമിയും ഇവളൊരു ആറ്റം ബോംബ, ഇവളെ തൊട്ട പിന്നെ നിങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് അവൾ മിഡിൽ ഫിംഗർ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അവിടെ മാസം കാണിച്ചിട്ടാണ് അവളിപ്പോ നേരെ ഇവനെ കാണാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് ഹോജിനും ഇവൾ പറഞ്ഞേ കേട്ടിട്ട് ഇവളാണോ സിനിമ ആക്ട് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ഡൊറാമി എന്ന് പറഞ്ഞ് കളിയാക്കുമ്പം അവളും ആ സിനിമയെ കണ്ട ഡൊറാമി ഒന്നുമില്ല, ആ സോംബി ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞ് ഇത് ഇവന് മാത്രം അറിയാവുന്ന ഡൊറാമിയാന്ന് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും അവൾക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ആ ഡൊറാമിയാണെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ ഇവളെ കണ്ടിട്ട് അത്ര പേടിയൊന്നും തോന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ എന്നെ കണ്ടിട്ട് നിനക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നു, കാരണം ഞാനിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അവിടെ നേരെ ഇങ്ങി വന്നപ്പോഴാ മറ്റേ നോവലിസ്റ്റ് മിസ്റ്റർ കിമ്മിനെ കണ്ട് ഞാൻ ഇവിടുത്തെ പാസ്വേഡ് അടിച്ചു മാറ്റി എന്നിന് അവളും പറയുമ്പം അവനാണ് ഇവള് ചുമ്മാ ഇവിടെ നിന്ന് തമാശ കാണിക്കുമെന്ന് വിചാരിച്ച് അവനൊന്നും വിശ്വസിക്കാതെ ഇതൊക്കെ നിർത്തിയിട്ട് അവളെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയും. എന്നിട്ട് പുറത്ത് വെച്ച് അവനും ഇവൾക്ക് വേണ്ടി ടാക്സി വിളിക്കാൻ നോക്കുമ്പം അവളാണ് ടാക്സി ഒന്നും വേണ്ട ഇവനെ തന്നെ കൊണ്ടാക്കാൻ പറയും. അപ്പോഴാണ് അവൻ മൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഇവളും ബേബ് എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കാൻ തുടങ്ങും. ഒരേ അന്ന് വീട്ടിന്റെ ഫ്രണ്ട് ഇവ നിന്നുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് അതൊക്കെ മറന്നളയാൻ പറഞ്ഞ് ഇപ്പൊ രണ്ടുപേർക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാന്ന് പറയുമ്പം അവനാണ് ഇവള് കാണിക്കുന്നേ കണ്ടിട്ട് സൈലന്റ് ആയി മര്യാദയ്ക്ക് ടാക്സി വന്ന ഇവൾ ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പറയും. അതേസമയം ടാക്സി അവിടേക്ക് വരുമ്പോഴാണ് ഇവൾ അപ്പം തന്നെ അവന്റെ വീടിനകത്തും കയറി പോകും. ഇതോടെ ഇവനും ടെൻഷനായി ഇവൾ ഇത് എവിടെ പോകാന്ന് പറഞ്ഞ് അവൻ ഇവൾ അന്വേഷിച്ച് വീട്ടിനകത്ത് കയറി വന്നിട്ട് ചാമുഹി എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കും. ഒരേ ഇവൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നില്ല, അവൻ പിന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് ബേബ് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അപ്പോഴാണ് അവൻ ഇവളെ കണ്ട് പേടിച്ചിട്ട് അവളിട്ടേക്കുന്ന അവന്റെ തുണിയൊന്നുമില്ല അവന്റെ ചേട്ടന്റെയാന്ന് പറയും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങനെ താന്ന് പറഞ്ഞ് ഇവൻ അടുത്തേക്ക് ചെല്ലുമ്പം അവളാണ് ഇന്ന് ഇത് ഇട്ട് ഇവിടെ കിടക്കാൻ പോകുന്ന പറയും. അതുകൊണ്ട് ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവനും ടാക്സി പുറത്ത് വെയിറ്റ് ചെയ്യുക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞ് അവനും ചാമുഹിയാന്ന് വിചാരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇവളാണ് വീണ്ടും അന്ന് ഇവനെ നിർത്തിയതിനു ശേഷം ചാമുഹിക്ക് ഇവനെ കാണാൻ ഒട്ടും ധൈര്യമില്ലെന്ന് പറയും. അതുകൊണ്ട് അവൾ ഇനി വരത്തില്ല, ഇനി ഞാനേ ഇവിടെ കാണത്തുള്ളെന്ന് പറയുമ്പം അവനാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ ഡൊറാമി ആണെങ്കിൽ ഡൊറാമി ഇപ്പൊ
നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച അവളാണോ? ആൾക്കാരം നീ സോറി ചോദിക്കാൻ വേണ്ടി എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും സോറി ചോദിക്കാൻ വന്നതല്ല, ഇനി ഒരു അവൾ സോറി ചോദിച്ചാലും ഇവൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറയും. അങ്ങനെ ഇറ്റലി ചെന്നാലും അവളെ മൈൻഡ് ചെയ്യില്ലെന്ന് പറയുമ്പം ഇവനാണ് അല്ലേലും അവൻ ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ലെന്ന് പറയും. കാരണം അവൻ ഇപ്പൊ ആ ജോലി നിർത്തി വേറെ ആൾ ഒപ്പിക്കാൻ പോവുക. കൂടാതെ ഇവളുടെ സന്തോഷത്തിന് വേണ്ടി ഓരോ സമയത്ത് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നൊന്നും അവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവൻ അങ്ങനത്തെ ആൾക്കാരെ ഒട്ടും തന്നെ സ്നേഹിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവൾ എന്നെ തൊട്ട് അവോയ്ഡ് ചെയ്യാൻ പോകുന്ന പറയുമ്പം ഡൊറാമയാണ് എങ്കിൽ പിന്നെ ഈ തീരുമാനിച്ചെന്ന് ഒരിക്കലും മാറലെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് അത് തന്നെ വേണമെന്ന് പറയും. അതുകൊണ്ട് ചാമുഹിയുടെ പുറകെ ഇനി പോകലെന്ന് അവൾ പറയുമ്പം ഇവനാണ് ഇപ്പോഴും ഡൊറാമിയായിട്ട് ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൻ ഇവളുടെ മാറ്റത്തിന് വിശ്വസിക്കാതിരിക്കും. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഉറക്കം വരുമ്പം ഇവളും ഗുളികയുടെ എഫക്റ്റ് ഇപ്പൊ സ്റ്റാർട്ടായെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവന്റെ വാക്ക് പാലിക്കാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിന്റെ അടുത്ത ദിവസം ഇവിടെ ഹോജിനും സോഫയിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം അവിടെ ചാമുഹിയുടെ മാനേജറാണ് എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് എടുക്കാത്തോണ്ട അവൻ തന്ന പാസ്വേഡ് വെച്ച് അവൻ അകത്തേക്ക് കയറി നിറയും. കാരണം ഇന്നാണ് ഇവൻ ഇവിടേക്ക് താമസം മാറുന്നത്. അപ്പോഴാണ് ഹോജിനും ഇന്നലെ ഇവൻ എങ്ങനെ ബോധമില്ലാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവൻ കുടിച്ച വെള്ളം എടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് അവൾ ഗുളിക മിക്സ് ചെയ്ത കാര്യം ഇവൻ അറിയാൻ വരുന്നത്. അപ്പോഴാണ് അവൻ ഇന്നലെ നടന്നേ കാലം നോക്കിയിട്ട് സത്യത്തിൽ ഇന്നലെ ചാമുഹിയെ കാണാൻ വേറൊരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞ് ഇവനും ചെറിയ സംശയമാകും. അതുകൊണ്ട് അവളുടെ മാനേജറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നലെ വല്ലതും ചാമുഹി ഡൊറാമയെന്ന് പറഞ്ഞെല്ലാം ഇവനോട് തമാശ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണ് എല്ലാ സമയത്തും അവൾ അങ്ങനെ പറഞ്ഞ് ഇവനെ പേടിപ്പിക്കാറുണ്ടെന്ന് പറയും. കൂടെ ഇന്നലെ ഫോട്ടോഷൂട്ടിലും അവൾ ഡൊറാമയെ പോലെ മാസ് കാണിച്ചുകൊണ്ട് എല്ലാവരും അവളെ കുറിച്ച് പൊക്കി പറഞ്ഞെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവനാണ് എങ്കിൽ പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവൾ നേരെ എങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കും. അപ്പോഴാണ് മാനേജറും അവൾ നേരെ വീട്ടിൽ ചെന്ന് ടയർഡായി ഉറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അവന് സതി ഇന്നലെ ഡൊറാമയാണോ വന്നേന്ന് അറിഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവൻ അവന്റെ കൂട്ടുകാരന്റെ കടയിലേക്ക് ചെല്ലുമ്പം ഇവ ജോലി നിർത്താമെന്ന കാര്യം അറിഞ്ഞിട്ട് അത് ആ ഡൊറാമി കാരണമാണെന്ന് അറിഞ്ഞ് അവന്റെ കൂട്ടുകാരൻ ചോദിക്കും. അപ്പോഴാണ് ഹോജിനും അവളുടെ പേര് ഡൊറാമി ഒന്നില്ല ചാമുഹിയാന്ന് അറിഞ്ഞിട്ട് ഇവൻ ആദ്യം പേര് മാറ്റി അവളെ വിളിക്കാതിരിക്കാൻ പറയും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും എന്തായാലും അവൾ ജനിച്ചപ്പോഴേ ഭയങ്കര റിച്ചാന്നൊക്കെ പറഞ്ഞ് ഇവന് ചെറിയ അസൂയൊക്കെ വരുന്നെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഹോജിനും അവൻ ആലോചിച്ച് നോക്കുന്ന അവളെ കുറിച്ച് റിച്ച് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വന്നാലും സത്യത്തിൽ അവളുടെ അങ്കിൾ ആന്റിയും അവൾ ഉപേക്ഷിച്ചിട്ടേ ഉള്ളു. കാരണം അതൊക്കെ അവൻ ആശുപത്രി ചെന്ന് നേരിട്ട് കണ്ടേ. അവൾ ജീവനോടുണ്ടെങ്കിൽ ചത്താലും അവര് വിളിക്കില്ലെന്നാന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവിടെ ഇറ്റലി വെച്ച് ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. ആ TV ഷോ നടത്തുന്നവരും അവളുടെ മാനേജറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവരാണ് ഈ തവണ എല്ലാവരും ഒരേ ഹോട്ടലാണ് താമസിക്കാൻ തീരുമാനിച്ചത്. കൂടാതെ ചാമുഹിയെ കുറിച്ച് ഇപ്പൊ കുറെ ആർട്ടിക്കിളൊക്കെ വന്നുണ്ട്. അവിടെ വെച്ച് അവർ രണ്ടുപേരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചോലെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനോട് ചോദിക്കുമ്പം ഇവനാണ് ചാമുഹി അവളുടെ ഫാമിലി ആയിട്ട് അത്രയ്ക്ക് ക്ലോസ് അല്ലെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കും. അതിനേശം അവനും ഇന്ന് ഹീറോയെ കാണാൻ പോവാന്ന് പറയുമ്പം ഇത് കേട്ട് അവരൊക്കെ ഷോക്കായിട്ട് ഹീറോ ഇവിടെ ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കും. കാരണം അവരാരും അറിഞ്ഞില്ല അവൻ കൊറിയ വന്ന കാര്യം. അപ്പോഴാണ് മാനേജറും അവൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി അവൻ പോവാന്ന് പറയും. എന്നിട്ട് അവനും പ്രൊഡ്യൂസർ ജീസൻ എന്തെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് തിരക്കുമ്പം അവരാണ് രാത്രി ഫുള്ള് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് രാവിലെ വീട്ടിൽ പോയതുള്ളെന്ന് പറയും. എന്നിട്ട് അവനും പുറത്തേക്ക് ചെന്ന് അവളോട് മെസ്സേജ് സംസാരിക്കുമ്പോഴാണ് അവളും താഴെ നിപ്പുണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവൻ മുകളിലുണ്ടെന്ന് അറിഞ്ഞ് ഇവൾ അകത്തേക്ക് കയറാൻ പറയും. പക്ഷെ ഇവളാണ് സത്യം പറഞ്ഞ അവന്റെ വീട്ടിന്റെ താഴെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവളും ഇന്നലെ ഇവന്റെ കൂടെ ഈ വീട്ടിൽ വന്നോണ്ട് ഇപ്പൊ അവനെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പം അവിടുന്ന് ലേഡിയാണ് പുറത്ത് വന്നിട്ട് ഇവൾ ആരാൻ ചോദിക്കും. അപ്പോഴാണ് അവള് സംശയത്തി ഇവിടെ നിന്ന് ഒരു തന്നെ വിളിച്ചോണ്ടാ ഞാൻ വന്നേന്ന് പറഞ്ഞ് ഹോജിനെ കുറിച്ച് സംസാരിക്കുമ്പം ആ ലേഡിയാണ് അവളുടെ ഭർത്താവിനോട് ആരെയിലൊക്കെ കാണാൻ വിളിച്ചായിരുന്നു ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ജീസനാണ് തെറ്റിരിച്ച് ഒരു ഭാര്യ ഉണ്ടായിട്ട് ഇവളെ ചതിച്ചാണോന്ന് പറഞ്ഞ് അവൾ ആ ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്ന് പോകും. പക്ഷെ പാവ ഇവിടെ മാനേജറും അവൻ ഓഫീസിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇതുവരെ എന്താ വരാത്തെന്ന് പറഞ്ഞ അവൾ വിളിച്ചു നോക്കുമ്പോൾ അവളുടെ ഫോണാണ് സ്വിച്ച് ഓഫിലാണ്. ഇതേസമയം ജീസൻ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ ലേഡി ഭർത്താവിനോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പാവ അവനാണ് എനിക്ക് വേറെ ആരും അറിയത്തില്ല മോളെ എന്ന് പറഞ്ഞ് പുറകെ ഒന്ന് കെഞ്ചിക്കൊണ്ടിരിക്കും. അതിനേശം ഇവിടെ ഹോജിന് ഓഫീസിലേക്ക് വരുമ്പം അവനോട് ചാമുഹിയെ കണ്ടുമുട്ടും. അങ്ങനെ അവൾ ഇപ്പോഴാണ് ആ ഫോട്ടോഷൂട്ടിന്റെ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുന്നത്. കാരണം ഇവൾക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. എന്നിട്ട് അവളുടെ ഡ്രസ്സ് ഇരുന്ന് ഒരു പേപ്പർ കളഞ്ഞു കിട്ടുമ്പം ഇവളെ എന്തോ സാധനം പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതെടുത്ത് നോക്കുന്ന ഹോജിനാണ് ഇവൾക്ക് ഈ പേപ്പർ ഓർമ്മയില്ലെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം അവൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതെന്തോ സാധനം ചോദിക്കും. കാരണം ഇന്നലെ ഡൊറാമി അവന്റെ വീട്ടിൽ വെച്ച് അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്ന കീറിയ പേപ്പറാണിത്. അതുകൊണ്ട് അവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ഇവളോടൊന്ന് പോകുന്ന മുമ്പ് ഇതിനു മുമ്പ് സംഭവിച്ചതിനൊക്കെ സോറി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ചാമുഹിയും ഇന്നലെ എടുത്ത ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എടുത്തായിട്ട് അവൾക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ച് പേടിച്ചിരിക്കും. അതിനുശേഷം അവളാണ് മാനേജറിനോട് നമ്മളൊരു കാര്യം ചെയ്യാൻ പേടിക്കുവാണ്, ആ കാര്യമെല്ലാം നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് നമുക്ക് വരും വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ഫീൽ ചെയ്യും ചോദിക്കുമ്പം ഇത് കേട്ട് അവനാണ് ഡൊറാമയെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് അവൾ പെട്ടെന്ന് ഷോക്കായി. ഇവൻ ആ കാര്യം മനസ്സിലായെന്ന് അറിഞ്ഞിരിക്കുമ്പം അവൻ ഉദ്ദേശിച്ചത് ഇവള് കോമയെ കടന്നപ്പോ ഡൊറാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവളെ ഫേമസ് ആക്കിയതിനെ കുറിച്ച്. അങ്ങനെ അതും പറഞ്ഞ അവൻ ഒരു അങ്ങനെയൊക്കെ പവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇഷ്ടപ്പെടാത്ത കാര്യമൊക്കെ ആ വ്യക്തിയോട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ കണ്ണടച്ച് കണ്ണുറക്കുമ്പോൾ എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര ഹാപ്പി ആയിരിക്കും പറയും. പക്ഷെ അതൊക്കെ ആരെ കൊണ്ടും പറ്റത്തില്ലെന്ന് ഇവനും കുറച്ച് വിഷമിച്ചൊക്കെ പറയുമ്പം ഇത് കേട്ട് ചാമുഹിയാണ് പക്ഷെ അവളിപ്പോ ആ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾക്ക് ധൈര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡൊറാമിയ ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവളെ ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇവൾക്ക് പിന്നീട് ഓർമ്മ വന്നത് അവളുടെ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേക്കുന്ന ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ
എന്തൊക്കെ സംഭവിച്ചോ അതൊന്നും തന്നെ ഇവൾക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇങ്ങനെയാണോ ഇനി തൊട്ട് ജീവിക്കാമോ എന്നറിഞ്ഞ് അവൾ ഇവിടെ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.